ഉപ്പുമാവിന് മീൻകറി ഇല്ലെന്ന്. മീൻകറിയാണോ ഉപ്പുമാവിന്? ഉപ്പുമാവ് ചുമ്മാ കഴിക്കാം. സുന്ദര ശമ്പുക്കുട്ടോ ഇന്നലെ ഈ സമയത്ത് ഇന്നലെ 6:30 ആയപ്പോൾ കിടന്ന് ഉറങ്ങിയതല്ലേടി? കൊച്ചെ വിളക്ക് എത്തിച്ചു കഴിഞ്ഞ് ഇന്ന് നേരം കൊടുത്ത് ഇപ്പോഴാണ് എണീക്കുന്നത്. നേരത്തെ കിടന്ന് ഉറങ്ങി. വിളക്ക് എത്തിച്ചെല്ലാം കഴിഞ്ഞ് 6:45 കഴിഞ്ഞപ്പോൾ കെടുത്തിക്കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയ ഉറക്കമാണ്. ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. ബായോ സ്കൂളിൽ പോകണ്ടേ? അവിടെ ഇല്ലടി പിന്നെ അവിടെ പോകും. എണീറ്റിടയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തോന്നുന്നു. പോന്നില്ലേ? മുടി പടത്തിടുവാണല്ലേ കുളിക്കാതെ? എങ്ങനെ നനഞ്ഞേ? ശരിക്കും തല നനച്ചിട്ടാണോ ഈ പോന്നേ? അത് ഇന്നലെ കുട്ടപ്പായ കുളിച്ച പോലാണോ? നാളെ കേട്ടോ ഞാനത് എങ്ങനെ മുടി നനച്ച് കൊണ്ടുപോകുന്നുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാൻറ് താഴിട്ടെ. അല്ലല്ലല്ല പാൻറ് താഴോട്ടല്ല. ശരിക്കും ഇട്. ശരിക്കും ഇടാനാ. വലിച്ചിട്ടേ. ഞാൻ ടീച്ചറിനെ വിളിച്ച് പറയും. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഒരുമാതിരി ഫാഷനാക്കിയിട്ടൊന്നും നടക്കേണ്ട ആവശ്യമില്ല. ഇറക്കിയിട്ടേ നാരായണി. ഏത് കാലത്താണ് കണ്ടോ. അവരോട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് യൂണിഫോമിന് ഇറക്കവും കൂട്ടവും വേണ്ട. കുറേ കറക്റ്റ് പാകത്തിന് തയ്ച്ചു കൊടുത്തേക്കുന്ന സാധനമാണ്. അത് ഉടനെ കയറ്റി ഇട്ടേക്കുന്നു. എന്തിൻ്റെ കാര്യത്തിന്? അല്ല ശംഭവി അതല്ലേ ഇപ്പൊ എടുത്തേ. വായോ വീടല്ലേ? അതിനകത്തില്ലായിരുന്നു. ഞാൻ കണ്ടില്ല. ആണോ? നോക്കട്ടെ. അവിടെ ഇത് ചേട്ടാ ഓടിയത് അതിനകത്തില്ല. ഇനി ബുക്കിനകത്തും എല്ലാം കാണുമോ? ഞാൻ പോവാണേ. ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ. 11 ടാറ്റാ ഉമ്മ. എവിടുത്തെ പെട്ടി കണ്ടിട്ടല്ല നീ കിടന്ന് കാറുന്നേ. വീട്ടിൽ കാണൂടി. മിണ്ടരുതോ? അതിനാ ആര് എല്ലാം ഉണ്ടാക്കിയെന്ന് അറിയത്തില്ലോ. നമുക്ക് ചോദിക്കാം. ചോദിക്കണ്ട, പോയേക്കാം. നമുക്ക് നേരം പോയില്ലേ? പ്ലീസ് ചോദിച്ചോട്ടാ. ഹായ് അങ്ങനെ 4-5 ദിവസത്തിന് ശേഷം, 3-4 ദിവസത്തിന് ശേഷം പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. പൂജയെടുപ്പും കഴിഞ്ഞു, എടുപ്പും കഴിഞ്ഞു
പോയി. ഇനി വീട്ടിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്. ചോറ് വേണം, കഞ്ഞി വേണം. ഇവിടെ ആരില്ലേ? ഇല്ല, അതാ ഉണ്ട്. അവിടെ എഴുന്നേറ്റില്ല. ആ ചേച്ചിയോ? ഭാര്യ എന്തിയാ? ആരാ? ഭാര്യ ഭാര്യയുടെ പേരെന്നാ? ചക്കരക്ക. ആ നമുക്ക് പഴയ ഉണ്ടാവാന്നല്ലോ. നീ കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ പേരെന്നാന്ന്. എന്നിട്ട് നിനക്ക് അറിയത്തില്ലേ? വിജയമ്മ വന്നില്ലല്ലോ. ആ എന്നാ ഇതെവിടെ ഉണ്ട്? അതൊന്നും എനിക്കറിയത്തില്ല. ചപ്പാത്തി മതിയോ? ചപ്പാത്തിയോ കറിയോ മതിയോ? മതിയോ? മതി. ചേച്ചി സ്കൂളിൽ പോയി? ഇല്ല, പിന്നെ അവിടെ ഉണ്ട്. നമുക്ക് സമയമായില്ല പോകാൻ. ബാ. ചേട്ടായിക്ക് ക്ലാസ് ഉണ്ടോ? അറിയത്തില്ലോ. ബാഗ് ഇങ്ങനെ കിടക്കുന്ന ഒരു സൈഡിലോട്ട്. ആ ഉണ്ട്. ബാ മതിയോ? ബാ. ചേട്ടായിക്ക് ക്ലാസ് ഉണ്ടോ? ആ ഉണ്ട്, ഉണ്ടായിരിക്കും. ഉണ്ട്. സ്കൂളിൽ പോയിട്ട് ഉറങ്ങുവാ അല്ലേ? മതിയോ? എന്തി വരുമായിരിക്കും. ശരിയാക്കിയോ? അപ്പം എന്നാ കഴിച്ചേ? ഉപ്പാവ്. നീ എന്നാ കഴിച്ചേ? ഞാനും വിജയമ്മേ എന്തിയെ? ബാ, കാണുന്നില്ല. താഴെ ചെല്ലവും കാണുമായിരിക്കും. ബാ. അതെന്തിനാ കാണുന്നേ? വിജയമ്മ വന്നില്ല. വരുമായിരിക്കും അല്ലേ? പോയി കാണും. എന്താ നോക്കിയാ? ആര്? ആരാണി എന്ത് നോക്കാം. നീ വാ, നീ പെട്ടെന്ന് വന്നല്ലേ കാണത്തുള്ളൂ. അവിടെ പോവല്ലേ? ബസ് വന്ന്, അവളുടെ ബസ് വന്ന് കാണും. ഇല്ലേ? അവിടെ പോയി നിനക്ക് നീ അടുത്തില്ല. പിന്നെ നീ എന്നാ ഇല്ലെന്ന് പറഞ്ഞേ? വരുമോ പറയൂ കുട്ടി. വരുമോ കുട്ടി? ഒന്നില്ലേ? എന്നാ വരുമായിരിക്കും. നാരായണി അവിടെ നിൽക്കുന്നുള്ളൂ. കണ്ടോ? ആ എന്നാ വിജയമ്മ വന്നില്ലടി. ആ അതെ വന്നു. വിനോ വരുന്നുണ്ടോ? വിനോ ഇടുക്കി അവളിൽ കൂടെ നടക്കുന്നു. സ്കൂട്ടറാ. രാവിലെ നേരം വിളക്കുന്നതിന് മുമ്പ് എഴുതി ഇറങ്ങി കാണുമല്ലോ ഇവിടെ പറഞ്ഞ. ഇപ്പോൾ ഉണ്ടോ വരുന്നേ? അങ്ങോട്ടാ ഞാൻ പത്തനംതിട്ടയ്ക്ക് പോയിരുന്നു. വരുന്നോ? പോയില്ല. ഇല്ലേ? അല്ല, ഇതാണോ മറ്റേ ക്യാമറ? എനിക്ക് കാഴ്ച പ്രശ്നം വരുന്നുണ്ട്. റെക്കോർഡാണോ? ഇത് എത്ര സമയം കിട്ടുമായിരിക്കും? സമയം 128 ഇന്റേണലുണ്ട്. അത് പറയും. പിന്നെ ഒരു 128 എത്ര വേണമെങ്കിലും ഇടാം. ആണോ? 460 വരെ ഉണ്ടല്ലേ? സ്റ്റെബിലൈസ് ഉണ്ടോ? നല്ലേ? 120 വരെ. നല്ല സ്റ്റെബിലൈസ് ഉണ്ടോ? ആ അത്യാവശ്യം ഉണ്ടോ അല്ലേ? 120 വരെ ഉണ്ട്. ആ എൻ്റെ കയ്യിൽ ഗോപ്രോ ഇരിക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഫോൺ മാറി എടുത്തായിരുന്നു. അത് ഊരി എടുക്കാം അല്ലേ? ഇതിന് എത്ര സമയം കിട്ടും? അല്ലാതെ ഊരി റെക്കോർഡ് ചെയ്താൽ 10-15 മിനിറ്റ് കിട്ടുമല്ലേ?
അമ്പലമുണ്ട്, ഒരു പാറയാലമ്പലം. ആ അതാ ഇവിടെ തന്നെ ഇതിൽ തന്നെ അങ്ങ് ആ പോകാം. അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇറങ്ങി വന്നേ. ആ വഴി എനിക്കറിയത്തില്ല. ഞാൻ വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വർത്താനം പുള്ളി പറഞ്ഞു ഇതിലേ ഇറങ്ങി പോകണം, നല്ല രസമാണ് തോന്നുന്നു. ആ ഇറങ്ങി വന്നു. ആ കടലെ പുള്ളിയാണോ പറഞ്ഞത്? അവിടെ ഒരു ചെറിയ മാടക്കട സൈഡിൽ കടയിലാണോ എനിക്കല്ല, അല്ല വഴി നിൽക്കുക. ആ പുള്ളി വഴി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയതുകൊണ്ട് വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിൽ പുള്ളി എന്നാ ആ ഞാൻ ഇതാ സംഭവം നോക്കും. അപ്പൊ അമ്പലത്തിൽ പോകുന്നില്ല ഉണ്ട് മുളകു. ഞാൻ എന്നാ പോയേക്കോണേ. ആ 9 വരെ ഉണ്ട്. ആ നിന്റെ ബസ് പോയില്ലേ? താമസിച്ച് വരുമ്പോ നേരത്തെ വരുമ്പോ താമസിച്ചു. പെയിൻ്റ് അടിച്ചാലേ അവിടെ പണത്. ക്ലാസ്സുണ്ടോ? ആ വണ്ടി ഉണ്ടല്ലോ, പിന്നെ ബസ് വരുന്ന കണ്ടില്ലേ പിള്ളേരുടെ? നാരായണ ബസ് വന്നു. ആ നമ്മുടെ ഇപ്പം വരും. ബാ നാരായണി പോട്ടെ. അതിനെ നിർത്താതെ മറന്നുപോയി കേട്ടോ. നിന്റെ ബസ് പോരൂടി. ഇത് കണ്ടോ നാരായണി ചിലപ്പോൾ നമുക്ക് നോക്ക്. അത് നാരായണി കയറി. നിന്റെ ബസ് പുറകെ വരുന്നുണ്ട്. ആ കാണുന്നോ? ഞാൻ പിടിച്ച മോന്റെ ഭിത്തിയിലിട്ട് ഉറക്കണം. ബസ് വരൂടി. ചുമ്മാ കിടന്ന് മോങ്ങിയേക്കുവാണോ? ബസ് എവിടെ? ബസ് എവിടെ? ബസ് എവിടെ? ആ ഇന്നില്ലെന്ന് തോന്നുന്നു. ഇന്ന് വന്നില്ല. വിജയമ്മ മാറി കണ്ടോ വണ്ടി വന്നു. ഇതേ വരുന്നു. മറ്റേ ബസ്സിൻ്റെ ഇതുപോലെ 2 ബസ്സും അടുപ്പിച്ചടുപ്പിച്ച് വരുവാണ് ഓക്കെയാണ്. ചിലപ്പോൾ നാരായണ ബസ് നേരത്തെ പോകും, ചിലപ്പോൾ താമസിക്കും. നല്ല ചാമ്പോടെ ബസ് കഴിഞ്ഞ് പോയിട്ട് ശേഷം വന്നിട്ടുള്ള ഒരു ദിവസമുള്ളൂ. പിന്നെ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ്. നല്ല കാലാവസ്ഥയൊക്കെയാണ്. എടാ നീ അവിടെ എന്താ ഇവിടെ കാണിച്ചു വെക്കുന്നേ? അതെന്താ അവിടെ എല്ലാം കൂടെ നോക്കിയേ പിച്ച് കീറി ഇട്ടേക്കുന്നു. നിന്നെ കിട്ടുന്നുണ്ടാ? കിട്ടുന്നുണ്ട്. ആഹാ എന്താണ്? എന്നാ നീ അവിടെ എന്നാ കാണിച്ചു വെച്ചേ? ഭയങ്കര കേട്ടോ. അവിടെ പിച്ച് കീറിട്ടേക്കുന്നു. മഴ തീർന്നോ? വെയിൽ തുടങ്ങിയോ? ഈശ്വരാ വെള്ളം. മഴ തിരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചങ്കടിപ്പാണ്. മഴ ഉണ്ടെന്ന് പറഞ്ഞാലും കണക്ക്, ഇല്ലെന്ന് പറഞ്ഞാലും കണക്ക്. മാറങ്ങോട്ടോ. ഞാനങ്ങോട്ടൊന്ന് പൊക്കോട്ടെ. ഓ പിന്നെ നീ എന്തിനാണ് അവിടെ എല്ലാം കടിച്ച് പറിച്ചിട്ടേക്കുന്നത്? ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. കണ്ടോ ഉടുപ്പ് മൊത്തം ഉണ്ടല്ലോ. മാറിക്കങ്ങോട്ട്. നഖം കൊണ്ട് കീറി.
ഇവിടെ കുറേ ഭാഗം വനം പോലെ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് സെൻസാക്കി കയറി വയറ് പിടിക്കും. നമ്മുടെ വീടിൻ്റെ ഇതിലെ കൂടെ പോകാൻ മതിൽ തുടങ്ങുന്ന ഇവിടുന്ന് ഈ ഗേറ്റ്, ഇതിൻ്റെ ഈ വലതുവശത്തെ മതിലാണ് അങ്ങ് വരെ പോകുന്നത്. എന്നാ എന്നാ കാണാനില്ലല്ലോ, പിന്നെ എങ്ങനെ വിട്ടുന്നത്? ആ ആളെ വിട്ട് ഉണ്ട്. എവിടെയായിരുന്നു? ഇല്ല, ഇന്നലെ പോയി. പ്രവീണയുടെ കൂടെ പോയി. വലയുടെ അപ്പുറത്ത് തന്നെ ഞാൻ നിർത്തത്തില്ല. അങ്ങനെ നീ നിൽക്കണ്ട വലയുടെ അപ്പുറത്ത്. വലയുടെ ഇപ്പുറത്ത് നിന്നാൽ മതി. ആ മതി. ഭാര്യ എന്ന് പറഞ്ഞാൽ ദേവി എന്നാ. ദേവിയുടെ നേരെ കാല് പൊക്കരുത്. ആണെങ്കിൽ എന്നെ പാട്ട് കേൾക്കുന്നില്ലല്ലോ. ആഹാ, അടുത്തവരും തൂക്കാട് കയറിയില്ല. നിനക്ക് എന്നാ തൂക്കാ? നല്ല കാര്യം. ശമ്പളം ഇവിടെ കിട്ടിയോ? ശമ്പളം കൂടെ പറയുമ്പോൾ വിളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അതെനിക്കറിയാൻ പറഞ്ഞു. ക്യാമറ അടിക്കാനൊക്കെ മറന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ആലോചിക്കാം. ശരിയാ. സൂപ്പർ. എനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ ഒന്നും കിട്ടുന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ എൻ്റെ ഓർത്ത് പറയാം. എന്തായാലും ഞാൻ എന്തിയാറ് വരുന്നു പോവാം. പപ്പയുടെ അടുത്ത് പോയിട്ട് ഇപ്പം ഇന്നലെയും പോയില്ല, അതിൻ്റെ തലേയൊന്നും പോയിട്ടില്ല. ഇന്ന് പോകണം. ഇന്നലെയൊക്കെ ജലദോഷവും പനിയും കഫക്കെട്ടോ അതിൻ്റെ പനിയോ എന്തിനാ പനിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പനിച്ചു, പനി പോയി. ഇന്നെന്തായാലും ഒന്ന് പോയിട്ട് വരാം. എന്നാൽ പിള്ളേർ സ്കൂളിൽ പോയി, ചേട്ടാ വീട്ടിലുണ്ട്. ഇപ്പം പതിയെ ആകാശം കണ്ടു. നീലാകാശം തിലകക്കുറി ചാർത്തിയൊരു അങ്ങനെ കണ്ടല്ലേ പാട്ട്. ഇങ്ങനെ വേണം തെളിഞ്ഞിരിക്കാനായിട്ട്.
എന്നാ അടിപൊളിയാന്ന് നോക്കി ആകാശം കാണാൻ. വാ ഞാൻ പോകുന്നത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട്. അരുണിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ്, ശ്യാമാലിയുടെ അടുത്തോട്ട്. ആൻറ്റി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ആൻറ്റിമാരൊക്കെ അമ്മയും ആൻറ്റിയൊക്കെ അമ്പലത്തിൽ പോവും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വന്നോ എന്നറിയത്തില്ല. വന്നതാണ്. അമ്പലത്തിൽ പോയേക്കുവാന്ന് പറഞ്ഞേ, ഞാനോർത്ത് ഇനി വന്നോന്ന്. ആര് പറഞ്ഞു? അമ്മ നല്ല പൊരി വെയിലത്തുള്ള പണിയാണ്. എൻ്റെ ചുമ മാറിയില്ല. അവിടെ പണിയുവാണോ? അവിടെ തന്നെ പണിയുവാണോ? ഇല്ലില്ല. ഓ അത് കുഴപ്പമില്ല. പോവാണേ. അമ്മേ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. എവിടെയും പോകാം. പറമ്പിൽ കൂടെ കയറി പോകാം. പറമ്പിൽ കൂടെ കയറി പോവുകയാണെങ്കിൽ പാമ്പിനെ പേടിക്കണം. റോഡേ പോവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും പറമ്പിൽ കൂടെ കയറി പോകാം. നേരെ പോകണോ ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോയേക്കാം. ഇങ്ങനെ കയറി പോകാം. ഇങ്ങനൊരു കുറുക്ക് വഴിയും കൂടെ ഉണ്ട്. ഈ കുറുക്ക് വഴി എനിക്ക് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പാമ്പിനെ മാത്രമേ പേടിയുള്ളൂ. എളുപ്പമാണ്. റോഡിൽ നിന്ന് അതിലേക്കൂടെ ആ വഴി വരുമ്പോൾ നമ്മളിങ്ങനെ കയറി വരുന്നത് എളുപ്പമാണ്. അല്ലാതെ ബസ്സിൽ നിന്ന് വന്നിറങ്ങിക്കഴിയുമ്പം ഈ വഴി വന്നാൽ എളുപ്പമല്ല. അതുകൊണ്ട് അമ്മ കാണുന്നത് നമ്മുടെ വീട് ദൂണ്ട്. അതിനാണ് കറങ്ങി തിരിഞ്ഞ് വെയിലും കൊണ്ട് വേണ്ട ആവശ്യമില്ലല്ലോ. നിലത്ത് നോക്കി പോകാം. നല്ല മൂർക്കനോ മൂർക്കോലിയോ ശാമ്പവീഴ പറയുന്ന പോലെ മൂർക്കോലിയോ വല്ലതും ഉണ്ടല്ലേ, നമ്മൾ വെറുതെ അവർക്ക് പണി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ അതുകൊണ്ട് വീട് അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മച്ചി കള വെട്ടുന്നുണ്ട് ഇവിടെ. രണ്ടോ അവിടെ നിന്നാണ് വരുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് വന്നേക്കാം. എന്നോട് ആഹാ അവിടെ നിന്നേ ഇതന്നെ കഞ്ഞിയും കറി കളിക്കണോ? എങ്ങനെയാണിക്കുക?
ഇന്നലെ ഒരു ചോളം ചുട്ടതാ. ചൂടുന്ന കയ്യിൽ വേണം, മറ്റേ ഇല്ലേ അവിടെ പുഴുങ്ങാൻ പറ്റുന്ന. അവക്ക് ചുട്ട് വേണമെന്നും പറഞ്ഞ് ഇവിടെ കരി എടുത്തിട്ടിട്ട് കത്തിച്ച് ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. പുഴുങ്ങ നല്ലല്ലേ? ആ അമ്മ അയച്ചു തന്നത് ചുരിദാറായിരുന്നു, ഞാൻ നൈറ്റിയാന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നത്. കൊള്ളാം മാതാവ്. എന്തുവാ മുഖത്തോട്ട് വെട്ടടിക്കണ്ടേ? ഇവിടെ ഡാർക്കായിരിക്കും. ഗാഡി കത്തിക്ക്. പപ്പച്ചി എന്നെ കണ്ടുകൊണ്ട് ഉറങ്ങിയാച്ച്. എന്നെ കണ്ടുകൊണ്ട് ഉറങ്ങിയൊന്നുമല്ല, പപ്പ മയങ്ങി അങ്ങ് പോവാം. കിളിമീന ഉണ്ട്. ആരെ പൈസ ആ പറഞ്ഞോ? ആ ഓക്കെ ശരി. ആ ഞാൻ ചോറുണ്ടോ, അവർക്ക് കാശിട്ട് കൊടുക്കട്ടെ. ആ ഇച്ചിരി കഴിഞ്ഞാൽ നീ പോകുന്നു. ശരി എന്നാ. എൻ്റെ ഒരു കൂട്ടുകാരനോടാ, അവരോട് ഞാൻ കാശ് വെച്ച് പെട്ടെന്ന് തരാം. അവർ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൻ ഏത് കാലത്ത് അയക്കാൻ. ആ കുഴപ്പമില്ല. ഇന്നലെ പോന്നപ്പോൾ അവള് കരച്ചിലായിരുന്നു. അന്നേരം ചേച്ചായി പിന്നെ വൈകുന്നേരം പൂച്ചയ്ക്ക് പാലൊക്കെ കൊടുത്തെന്ന് പറയുന്നു. കൊടുക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ പാല് കൊടുത്തില്ലായിരുന്നു. ചപ്പാത്തിയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. ആ അവിടെയാണ് കിടന്നത് പകല്. അറിയത്തില്ല. ആ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഓടുന്നുണ്ട്. അതിപ്പോൾ ഇല്ല. റെസ്റ്റ് എടുക്കുവാണേ. വന്നിട്ട് മതി. ഫാൻ ഇതെന്തുവാടി? അയ്യോ കണ്ടോ ജാതിക്കാൻ നിൽക്കുന്ന കേട്ടോ. സൊസൈറ്റി പാല് മേടിക്കാൻ പോവുകയാണ്. ഒന്നരാടൻ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കും. പിന്നെ സാധനം ചെടികളുടെ പേര് മാത്രം നമുക്കറിയില്ല. നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. ചിറ്റടി വീട്ടിലുണ്ടായിരുന്നു ഇതുപോലത്തെ ചെടി. ഇത് കാണുമ്പോൾ ഞാൻ ചിറ്റടി വീട് ഇതാണ് ഞങ്ങളുടെ
ചെല്ലിയമ്മാക്കോവിൽ അമ്പലം. ഇവിടെ നിന്ന് കാണത്തില്ല. നോക്കിയ പാരാഗ്ലൈഡിങ് 1-2 ഉണ്ട് ഇപ്പം പറക്കാൻ. അടിപൊളി. വാഗമണ്ണ്, ഇതാണ് വാഗമണ്ണ്. നോക്കി 2 പറക്കാൻ. 3 ഉണ്ട്. 2 ഉള്ളൂ. ഒപ്പാ അവിടുന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിലായിരുന്നു നേരത്തെ മത്സരം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഗ്രൗണ്ടിലൊരു വലിയൊരു പട്ടമൊക്കെ വരച്ചിട്ട് അതിനകത്ത് വന്നിറങ്ങുക. അവിടുന്ന് പൊങ്ങിയിട്ട് ഈ ഗ്രൗണ്ടിൽ താഴും. അടിപൊളി. ചേട്ടാ ഒന്ന് കയറി കേട്ടോ. അതിനെ കൂടെ പറഞ്ഞ് അവിടെ തന്നെയാണ് താന്നത്. എനിക്ക് ആഗ്രഹമുണ്ട്, പേടിയുണ്ട്, എന്നാലും ആഗ്രഹമുണ്ട്. നാരായണയുടെ സ്കൂള് അതിനകത്തുണ്ട്. 4 മണിയാകുമ്പോൾ വിടും. 1, 2, 3, 4 ഉണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ് 4 ഉണ്ട്. അടിപൊളി. മൂടലാണല്ലോ, വെയിലൊക്കെ പോയി. മഴയുണ്ട്. അയ്യോ, യൂണിഫോം പോലും മാറണ്ട ചേച്ചിക്ക്. നാളെ ക്ലാസ് ഇല്ലെന്ന് തോന്നുന്നു. ആ പോക്ക് കണ്ടിട്ട് പോകുന്നില്ലെന്ന് പറയാനുള്ള അമ്മനെ ചട്ടിച്ചട്ടി വരുന്നേ. ഇന്നലെ ഞാനോ എന്റെ ബാഗ് പുറയില്, ഇവളുടെ ബാഗ് ഫ്രണ്ടിലോട്ട്, അങ്ങനെ വന്നേ. അവളെന്തേ കൊച്ചെന്തേ സൈക്കിളായിട്ട് പോയിട്ട് വരാൻ പറ. ശ്വാസം മുട്ടൽ വന്ന് കോപ്പിക്കങ്ങാണ്ട് ബുക്ക് ചെയ്തങ്ങാണ്ട് ചെയ്ത് പോയി. ഞാൻ പാല് മേടിക്കാൻ വന്നപ്പോ അവിടെ മൊത്തം ആള്. അമ്മയോ എന്നാ കഷ്ടാലോ നിർത്താം. ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഇല്ല ഇല്ലേ ടൗണിലൊക്കെ പോയിട്ട് എത്ര വീഡിയോ വയ്ക്കാത്തുണ്ട്. പാലെന്നിട്ടോ പാലുണ്ടായിരുന്നു. അത് ഇന്നലത്തെ ആരെടുത്ത് വന്നു? ചേച്ചി ചേച്ചി അതിനോട് എല്ലാരും ഉണ്ടോ അവിടെ? കുറച്ചു പേരെ വന്നിട്ടുള്ളൂ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഒക്കെ. പിന്നെ ആ ചേച്ചിയാ വന്നത്. ചേച്ചി അവിടെ തന്നെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച കണ്ടോ?
ആ കൂട്ടത്തിൽ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. പുള്ളിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കാലുവേദനയും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ആശുപത്രി കൊണ്ടുപോയതല്ലോ. ആ പോവാ. ഈ ഒരു ഫോൺ ഇരിക്കുന്നുണ്ടോ പിള്ളേർ? ഓ ഇല്ല, ഞാൻ മയിലൊക്കെ പോയി. ഈ അമ്മയുടെ ചെരുപ്പായിട്ടില്ല ഇത്. ഇതേതാ അക്കുൻ്റെയോ ഇത്? ഇതോ? അമ്മ ഇത് കളഞ്ഞില്ല ഇതുവരെ ഏത്? അതോ? ഈ ചെരുപ്പ്. ആ, ഇത് മേടിക്കാൻ പോകാൻ സമയം കിട്ടുന്നില്ല. ഇന്ന് പോയപ്പോൾ അമ്മയ്ക്ക് മേടിക്കത്തില്ലായിരുന്നോ? ഇന്ന് ആൻറ്റിയാജി പോയി. എന്നാ പൊട്ട ചെരുപ്പൊക്കെയാണ്. മുണ്ടക്കത്ത് പോയാൽ ആ ശരിയാ, മുണ്ടക്കത്ത് പോയപ്പോൾ മേടിക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാമല്ലോ നോക്കാം. ഇന്ന് വേണമെങ്കിൽ വരാനും മക്കളുടെ ഉണ്ടായിരുന്നു. ജയ വരുമ്പോഴത്തേനും ഞാൻ അവിടെ വന്നാൽ മതിയായിരുന്നു. മതിയായിരുന്നു. അക്കു പോവല്ലേ, തിങ്കളാഴ്ച പോകത്തില്ലേ? ആ മതിയായിരുന്നു അത്. ഇവിടുത്തെ നല്ലതാമ്മേ, ഇവിടുത്തെ ഒന്നുമില്ല. പോവാ. അമ്മ അവിടെ നെയ്റ്റ് തയ്പ്പിക്കാൻ വേണ്ടി അവിടെ ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാ. ഈ പറമ്പ് ഞാൻ വന്ന വഴി തന്നെ ആ പറമ്പിൽ കൂടെ കയറി അപ്പുറത്തെ പറമ്പിൽ ചെന്ന് അവിടെയാണ് വീട്. എന്തോ അമ്മ പറഞ്ഞാൽ കേട്ടില്ല. ഓക്കെ. യെസ്, അതല്ല അല്ലല്ല, കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അവിടെ തിരിച്ചുകൊണ്ട് വെച്ചത്. അത് കഴിയിട്ടില്ല. ഇരിക്കുകയാണെങ്കിൽ കഴിക്കൂ. ഇല്ല, കാരണം ഞാൻ കൊണ്ടുപോയായിരുന്നു. ഞാൻ പോവാം. പപ്പയോട് പറഞ്ഞില്ല, പപ്പയോട് പറഞ്ഞില്ല, മറന്നുപോയി. അറിയില്ല, എന്നാലും ബോധം ഉള്ളിൽ ഉണ്ടാകുമായിരിക്കുമല്ലോ. ഉറങ്ങും അപ്പം. അറ്റ ഇനിയിപ്പം തിങ്കളാഴ്ച നീ പോയി കഴിഞ്ഞാൽ വരുന്നുള്ളൂ. നിങ്ങളില്ല തള്ളേ. ഇനിയിപ്പോൾ ഞാൻ തിങ്കളാഴ്ച വരാം. ഞായറാഴ്ച അയൽക്കൂട്ടത്ത് നിൽക്കണം. നേരത്തെ കുരയ്ക്കെങ്കിലും ചെയ്യായിരുന്നു, ഇപ്പോൾ ഇല്ല. പുള്ളിക്ക് മടുത്തു. പുള്ളിക്ക് എപ്പോഴും കുരയ്ക്കാതെ നേരമുള്ളൂ. ഞാൻ എന്തോ മറന്നടി ഒന്ന്. ഫോണ് ഇത് ഇല്ല. ഓക്കെ എന്നാ. എന്തായാലും പോട്ടെ. ഇത് മഴക്കാറ്. മഴയ്ക്ക് മുന്നേ വീട്ടിൽ ചെല്ലണം. അതെ, മറ്റേ പാല് മേടിക്കുന്നില്ലേ, അവിടുത്തെ അച്ഛൻ മരിച്ചു. ആ ആ ഇപ്പോഴാന്ന് ചോദിച്ചാൽ ഇന്നാന്ന് എനിക്കറിയാം. അധികം നേരമൊന്നും ആയില്ലെന്ന് തോന്നുന്നു. ശാല അരി എടുത്ത് വളർത്തിയിട്. 2 നാഴി. ഇതാണ് ഈ ചാക്കിനകത്ത്, ഇതിനകത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകണം. ഷാമ്പൂയുടെ വണ്ടി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ വരും. പുള്ളി മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെ നിയമമാണ് എന്തോ പറയുന്നത്, അറിയില്ല കൃത്യമായിട്ട്.
വീടിൻ്റെ അങ്ങനെ ഒന്നും ആരും ഇല്ല. വാ വാ. Tata! Uncle Tata! Tata! Uncle Tata! ടാറ്റ തന്നടി, തന്ന്. Hey ma, Uncle Tata! എത്ര വണ്ടി കൊണ്ട് ബ്ലോക്കാക്കി തന്നെ. ഓട്ടോയ്ക്ക് വാ. ഒട്ടേക്ക് പോകണ്ട. ഓട്ടോയ്ക്ക് പോവാ. കയറിയിരിക്കുക, അങ്ങോട്ട് കയറിയിരിക്കുക. ഓട്ടോയ്ക്ക് വാ. ഇല്ല, നീ എന്നാ തിന്നേ? അവിടെ നില്ല, അവിടെ നിൽക്കും. ഓട്ടോയ്ക്ക് പോവാണ്. അവിടെ എല്ലാം ബ്ലോക്കാണ്. ബ്ലോക്കായി കിടക്കുക. ഓട്ടോയ്ക്ക് പോവാണ്. ഓട്ടോയ്ക്ക് പോകണ്ടേ? അപ്പൊ ഓട്ടോയ്ക്ക് പോവാണ്. വേണ്ട, നടന്നു പോവാം. ഇല്ല. ഓട്ടോ എവിടെ? ഓട്ടോ ബ്ലോക്കാ. ബ്ലോക്ക്. ബ്ലോക്ക് ജയനൊന്ന് വിളിച്ചു നോക്കട്ടെ, വരുന്നുണ്ടോ? ഇല്ലേ? നീ ഇവിടെ നില്ല, ഞാൻ വിളിക്കട്ടെ. ഞാൻ അങ്ങോട്ട് നോക്കാം. അപ്പം അങ്ങോട്ട് പോകല്ലോ, ഇവിടെ നില്ല. വണ്ടിക്ക് പോവാം. വണ്ടിക്ക് വണ്ടി ഒന്നുമില്ലടി. ഏത് വണ്ടി? ആരുടെ വണ്ടി? നിൽക്കേ, ജയനൊന്ന് വിളിച്ചു നോക്കട്ടെ. മുണ്ടക്കത്തുണ്ട്. ഞാൻ തേറ്റി പോയതാ. ഇരിക്കില്ല, അത് ഉണങ്ങിയിട്ടില്ല ശരിക്കും. ഉണങ്ങിയിട്ടില്ല, പൊട്ടിപ്പോയി. നീ വരുന്നുണ്ടോ? ഞങ്ങൾ ഷാമ്പു വന്നു. ശരി, പൊക്ക വന്നാ അവള് വന്നോളാന്ന്. പോയേക്കാം. വരാന്ന്. ഈ പാലിൻ്റെ അവിടുത്തെ വിജയൻ ചേട്ടനില്ലേ, പാല് മേടിക്കുന്ന വീട്ടിലെ വീട്ടിലെ വിജയൻ ചേട്ടനില്ലേ, വിജയൻ ചേട്ടൻ മരിച്ചുപോയി. അപ്പം അവിടെ കയറിയിട്ടേ വരത്തുള്ളൂ. ജയമ ഏതേറെ പോയതാ? മരിപ്പിന് പോയതല്ല, അങ്ങോട്ട് പോവും. അവിടെ കയറും. ഇപ്പം തിരിച്ചു വരും. അമ്മ അവിടെ കിടപ്പുണ്ട് വയ്യാതെ. വണ്ടി ഇടിച്ച്. ആരുടെ ഒരു വണ്ടി ഇടിച്ചില്ലേ? വിജയൻ ചേട്ടൻ്റെ അല്ലടി, വേറെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു വണ്ടി ഇടിച്ചിട്ട് കിടപ്പാ. ആരാ? വിജയൻ ചേട്ടൻ മരിച്ചുപോയി. അറ്റാക്ക് വന്നോ, ശ്വാസം മുട്ടലോ എന്താ ഒരു സംഭവമായിരുന്നു. ഹായ് ഒന്നുമില്ല, നേരെ ഓക്കെ. കൈ തന്നെ, ഞാൻ പിടിക്കട്ടെ. എന്നാട് ഓ എന്നോന്ന് മീനെ പിടിക്കാൻ പോകും. മീനെ പിടിക്കും. മീനെ പിടിക്കാൻ പോവാന്ന് അവൻ. അറിഞ്ഞ ഫോൺ വിളിക്കുക. വാ പോവാം. ഫോൺ ഒത്തിരി ദിവസം ആയില്ലേ കണ്ടിട്ട്. ചോറ്, കറിഞ്ഞ കറി, മീന്. മീനും
മീനും തോരനും എന്താ തന്നെ പാവയ്ക്ക. പേരെന്നാ? ആരാ പേര്? എത്ര പിള്ളേര്? മറക്കല്ലേ, അമ്മ എന്തേ? അമ്മയുണ്ട് ഇവിടെ. കൊടുക്കോ? ഏ? അമ്മ ആ വന്ന് എന്നാ സംസാരിച്ചു മടുത്തോ? അപ്പ ഇതൊരു സ്ഥലം. അതോ? അത് മേളില് അത് വീട്. ഇത് മേളില് അത്. അത് വീടാണ്. നീ പോ. വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. കഴിക്കാതെ കഴിക്കാൻ ഉപ്പാക്കെ തീർന്നു. ഇപ്പൊ ചാരാണിയില്ല, ചോറ് വെക്കണം. പോ. എന്താ ഉപ്മാവ് നാരായണി ഇപ്പോൾ എടുത്ത് തിന്നും. അതുകൊണ്ട് അപ്പം നിനക്കൊന്നുമില്ല. നിനക്ക് കുറച്ച് കഴിഞ്ഞ് ചോറ് വെക്കാം നമുക്ക്. കറിയില്ല. കറിയൊന്നുമില്ല. ബാ പോ. എൻ്റെ പൊന്നു കൊച്ചൊന്ന് കയറിപ്പോന്നു. അയ്യോ, എന്ത് പോന്നു? വണ്ടി റോഡിൽ കൂടെ പോകുന്ന നീ പോ. ഇന്ന് ചോറിന് തന്നെയായിരുന്നോ? ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇനി ക്ലാസ്സില്ല. ഇല്ല, ചോറിന് കറി തന്നെയായിരുന്നു. സാമ്പാറോ? ഇത് ക്ലാസ് ഉണ്ടോ? അതെ. ക്ലാസ് ഇനി 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അല്ല, ഇത് ഇഷ്ടാ. മുക്കി തിന്നും. പച്ചമുളക് ഇത് മുക്കി തിന്നും. ആ ആരാ? ചേട്ടൻ്റെ ഭാര്യ എന്തേ? മരിച്ചെടുത്ത് പോയി. വിജയൻ ചേട്ടനെ കാണാൻ പോയി. അവിടെ പക്ഷെ വന്നിട്ടില്ലോ. ചേട്ടൻ ചേട്ടൻ എന്നാ പറ്റിയ? അറ്റാക്ക്. മരിച്ചു പോയോ? അന്നല്ല അമ്മാവനോ? നീ പോ. ജയനമ്മാവനോ? ഞാൻ വീട്ടിൽ ചെന്ന് പറയാം. പാവം അമ്മാവൻ. ആ ഓ, അവനെന്തേ? ഹലോ, എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? ആ പേരെന്നാ? ആറേ വണ്ടി എന്തേ? കുഴപ്പമില്ലല്ലോ. കാല് നോക്കിയിരിക്കുന്ന കാല് നോക്കി കാല്. അടി മനോജ് ചേട്ടൻ്റെ കാല്. കഴിച്ചാ? കാലും പോയിരിക്കുക, അതുകൊണ്ട് വണ്ടി ഓടിക്കത്തില്ല. അവളെന്തേ? ആ ഹലോ, ചേച്ചി ഞാൻ പറയട്ടെ? വേണ്ട, പോകോ, വീട്ടിൽ പോകോ. ഷൂ എന്നെ വിളിക്കുന്നു. അതെ, നാരായണി. കുഞ്ഞിനെ കാണണ്ട. ആ അതെ. കഴിച്ചോ? കഴിച്ചോ? ആ അവള് കഴിച്ചു. ഇത് കഴിച്ചേ? എന്താണ്? ചോറ്. ആ മതിയോ? ആ മതി. അപ്പ ഹലോ, അമ്മ എന്തേ? എവിടെയാ? എന്താ ഉണ്ടാക്കിയ? പോ, അവിടെ തരുമ്പോൾ കാണാം. അപ്പവും കിഴങ്ങേറി കേട്ടിട്ടുണ്ടോ? ഓ അറിയത്തില്ല. കൊറേ പഠിച്ചു. ചേച്ചി സ്കൂളിൽ എന്താ കറി? പരിപ്പ് നിനക്കെന്നായിരുന്നു? എനിക്കോ? എനിക്ക് സാമ്പാർ ബീൻസ്. കഴിച്ചോ? എന്താ കഴിച്ചേ? അപ്പം കറി. അമ്മ എന്തേ? അമ്മ താരം പോയി. എവിടെ താഴെ? എവിടെയാ താരം? അങ്ങ് താരം. എവിടെ? ഒരു ചേട്ടൻ മരിച്ചെടുത്ത് പോയി. എന്താ പറ്റിയ ചേട്ടന്? ചേട്ടൻ മരിച്ചു. ചേട്ടന്റെ പേരാ? ആ ചേട്ടായി എന്തേ? ജെറിൻ ചേട്ടായോ? മണിമല വരെ പോയേക്കും. എവിടെ? അതൊരു സ്ഥലം അവിടെ പോയേക്കും. കഴിച്ചോ?
അച്ഛനെന്തേ? അച്ഛൻ പണിക്ക് പോയി. പണിക്ക് പോയി. മതി മതി. എവിടെയാ പണി? എവിടെയാ പണി? പടി പള്ളിക്കത്തോട്. തോട് തോട്. കഴിച്ചോ? പോട്ടെ. അമ്മച്ചി എന്തേ? എടി എത്ര പ്രാവശ്യം ചോദിക്കുന്നത് പൊക്കേടി തന്നെ. ഇപ്പോൾ നാരായണി കുറച്ച് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ പാല് മേടിക്കുന്ന വീട്ടിലെ ചേട്ടൻ മരിച്ചു പോയി എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ചേട്ടനാണല്ലോ പാലൊക്കെ എടുത്തൊരു വയ്യഴികം ഉണ്ടായിരുന്നു. ചേച്ചിക്കാണ് ആക്സിഡൻറ്റ് പറ്റി കിടന്നത്. അപ്പോൾ ചേട്ടൻ പോയെന്ന് പറഞ്ഞപ്പോൾ പാപ്പാടെ ഒരു സത്യം പറഞ്ഞാൽ എന്തോ പോലെ ആയിപ്പോയി. ഓ പാലട്ടാ. ആ പോ അങ്ങോട്ട് പോ. ചാടി വന്നോട്ടോ. ചാടി ഇപ്പുറത്ത് വന്നു പാട്ടി. നിന്നോട് ആൾ മാറ്റി തന്നെ ഞാൻ വെച്ചു പോയല്ലേ. പോയി ചെല്ലടി അതോടെ ചെല്ല്. അവിടെ ഞാൻ പാല് മേടിക്കുന്ന വീട്ടിൽ കയറിയില്ല. കാരണം ചേട്ടനെ കൊണ്ടുവന്നിട്ടില്ല, ഹോസ്പിറ്റലിലാണ്. നാളെ കൊണ്ടുള്ളൂ. കാരണം എവിടെയാണെങ്കിലും വെച്ച് ഇവിടെ റോഡ് സൈഡല്ലേ, ഇവിടെയൊന്നുമില്ല. നാളെ ആയിരുന്നു അടക്ക്. അപ്പം എന്താ പറയുക, അറ്റാക്കായിരുന്നു എന്ന് പറഞ്ഞ്. അറ്റാക്കായിരുന്നു, രാവിലെ തൊട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നെന്നോ. പിന്നെന്താ പറയുക, പോയില്ല. ചേച്ചിയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണിയല്ലോ കുട്ടിക്കും. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ചേച്ചി ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന, മോളുള്ളത് വയ്യാത്ത കുട്ടിയാണ്. നമ്മളെ ശ്രദ്ധിക്കണം. പിന്നെ ചേട്ടൻ പോയി. അമ്മയുണ്ട് അവിടുത്തെ. അമ്മ ഇതുപോലെ കിടപ്പാ. അമ്മ നോക്കാനും വേണം ആൾ. ഇതാണല്ലോ ഭഗവാനെ കഷ്ടകാലം. ആ പൊക്കോ 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 പൊക്കോ. അല്ല പൊക്കോ. ലൈറ്റ് ഇട് പോയി. ലൈറ്റ് ഇടേ. ഇത് അപ്പുറത്തിടേ. ജയ വന്നില്ലല്ലോ. ഇരുട്ടിപ്പോയി. അവിടെ നിന്നൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് താമസിച്ചു പോയി. താഴത്തെ മരിച്ച കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഓരോരുത്തർ. എല്ലാവർക്കും ഒരു ഇതായിരുന്നു. നമ്മൾ അറിയുന്നില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ. കാരണം അമ്മയൊക്കെ അവിടെ വയ്യാതെ കിടക്കുമായിരുന്നു, വല്യമ്മയൊക്കെ. എന്നിട്ട് ഞാൻ ആരോട് ചോദിച്ചു, വലിയ അമ്മച്ചിയാണോ എന്ന്. അല്ല അമ്മേ, ചേട്ടൻ അവിടുത്തെ എന്ന് പറഞ്ഞു. അമ്മേ വയ്യ. ഇവിടെ ആരുമില്ലേ? ഉണ്ട്. ലൈറ്റ് കത്തിയില്ലടി. എന്നിട്ട് അവരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ആർക്കാ ലൈറ്റ്? ലൈറ്റ് ഇടാതെ മക്കളെ. എന്തോ ഒന്നും മേടിച്ചില്ലടാ. അമ്മ എന്നാ മേടിക്കാനെന്നും ഇവിടെ എന്നാ പൈസ ഉണ്ടോ മേടിച്ചാൽ? ഇല്ലെങ്കിൽ പിന്നെ എന്നാ മേടിച്ചേ? സ്കൂളിൽ എന്നാ പറഞ്ഞു?
ചാൻസ് വിളിച്ചാ നാളെ പോകുന്നില്ല പിന്നെ എന്നാ സ്നാക്സ് ബോക്സിൽ എന്താ വെച്ചേ അത് നിനക്ക് പാല് കിട്ടിയോ? അത് ഇന്നലത്തെ അല്ലേ? ആരെടുത്തു തന്നു? ആ ചേച്ചി എടുത്തു. മോളോ നീ കയറിയോ അവിടെ? പെങ്ങളോ? കയറിയോ? വന്നില്ല പുള്ളി. ഇത് വരികയല്ല. ഞാൻ ഒരു മനുഷ്യനില്ല ഇവിടെ. എടി മോനെ അവിടെ വെച്ചേ. എന്താ വിളിച്ചാ